തലശ്ശേരിയിലെ പഴയ മുസ്ലിം തറവാടുകളിലൊന്നായ കെഇഎസ് ബംഗ്ലാവ് വിസ്മൃതിയിലേക്ക്. മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് ആതിഥ്യമരുളിയ ബംഗ്ലാവാണ് ഓർമ്മയാകുന്നത്. തലശ്ശേരിയിലെ ഒരു ചരിത്ര നിർമ്മിതി കൂടി ഓർമ്മയാകുന്നു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെഇഎസ് ബംഗ്ലാവ് കേരള രാഷ്ട്രീയത്തിലെ പല സുപ്രധാന ചരിത്ര തീരുമാനങ്ങളുടെയും വേദിയായിരുന്നു. സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ വിവിധ പാർട്ടികളിലെ തലയെടുപ്പുള്ള നേതാക്കളുടെ സംഗമസ്ഥാനമായിരുന്നു ഇവിടം. രാഷ്ട്രീയത്തിലെ തലശ്ശേരിയിലെ സംഭാവനയായ CKP ചെറിയ മമ്മൂക്കയുടെ ഭാര്യാഗൃഹമാണ് കെഇഎസ് ബംഗ്ലാവ്. 85 വർഷം മുൻപ് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഖാൻ പട്ടം ലഭിച്ച ഖാൻ ബഹദൂർ വലിയ മമ്മൂക്കയെ തന്റെ 5 മക്കൾക്കായി നിർമ്മിച്ചതാണ് ബംഗ്ലാവ്. ഇദ്ദേഹത്തിന്റെ മകൾ ഉമ്മിയാണ് ചെറിയ മമ്മൂക്കയുടെ ഭാര്യ. 1971 കലാപകാലത്ത് കേരള മന്ത്രിസഭയിലെ അംഗങ്ങളടക്കമുള്ളവർ ഇവിടെ വീട്ടിലിരുന്നാണ് സമാധാന പ്രവർത്തനങ്ങൾക്കുള്ള നേതൃത്വം നൽകിയത്. സത്താർ സേഠ്, CH മുഹമ്മദ് കോയ, C അച്യുതമേനോൻ, EMS, AKG, KG മാരാർ, ബേബി ജോൺ എന്നീ ബാലറാം, AK ആന്റണി, അരങ്ങിൽ ശ്രീധരൻ, K ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ഉൾപ്പെടെ വിവിധ കാലയളവിൽ കെഇഎസ് ബംഗ്ലാവിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് ചരിത്ര കഥകൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തലശ്ശേരിയിലെ കെഇഎസ് ബംഗ്ലാവ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബംഗ്ലാവാണിത്. കെട്ടിടത്തിന്റെ പഴക്കം കാരണം ഇപ്പോൾ കെട്ടിടത്തിന്റെ ഓരോ ഭാഗങ്ങളായി പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 85 വർഷങ്ങൾക്ക് മുൻപാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടത്. ബ്രിട്ടീഷുകാരിൽ നിന്നും ഖാൻ ബഹദൂർ പട്ടം ലഭിച്ച വലിയ മുഹമ്മദ് ഖേയിയാണ് ഈ വീട് തൻ്റെ മക്കൾക്ക് വേണ്ടി പണിതത്. അദ്ദേഹത്തിൻ്റെ 5 പെൺമക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അവർക്കും അവരുടെ മക്കളും പേരമക്കൾക്കും ഒക്കെ താമസിക്കാൻ വേണ്ടി പണിതതാണ് ഈ വീട്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിലെ തലശ്ശേരിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയാപ്പിളയായിരുന്നു കേരള രാഷ്ട്രീയത്തിലെ അധികാരനായ. കേരള രാഷ്ട്രീയം 1960 മുതൽ 2000 വരെ കണ്ട പ്രഗത്ഭനായ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് CKP ചെറിയ മമ്മൂക്ക സാഹിബ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീടാണ് ഈ കെഇഎസ് ബംഗ്ലാവ്. 1960കളിലും 70കളിലും 80കളിലും ഇവിടെ മൺമറഞ്ഞു പോയ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരും ജീവിച്ചിരിക്കുന്നവരും ഇവിടെ നിത്യസന്ദർശകരായിരുന്നു. 1971 തലശ്ശേരി ലഹളകാലത്ത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ വീട്ടിൽ വരികയും ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ഇവിടെ നിന്ന് ലഹള അടിച്ചമർത്താനുള്ള പദ്ധതികൾക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി അച്യുതമേനോൻ, കരുണാകരൻ, ഇമ്പിച്ചി ബാബ, CH കണാരൻ, AKG തുടങ്ങി എല്ലാവരും കേരള രാഷ്ട്രീയം കണ്ട ഒട്ടുമിക്ക നേതാക്കന്മാരും ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ വീട്ടിലാകെ 12 മുറികളാണുള്ളത്. കൂടാതെ ഒരു നടുത്തളവും 2 അടുക്കളയും, മുകളിലും താഴെയുമായി 2 അടുക്കളയും ഈ വീട്ടിനുണ്ട്. പിന്നെ ഈ വീട്ടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു മതേതര സ്വഭാവമുള്ള വീടാണ്. പണ്ട് കാലത്ത് തലശ്ശേരിക്ക് അങ്ങനെയാണ്. തലശ്ശേരിക്ക് പൊതുവെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, മതേതര സ്വഭാവം. എങ്കിലും ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ച ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എന്നും അവരുടെ ജീവകാലത്തോളം മതേതര സ്വഭാവം നിലനിർത്തി കൊണ്ടുപോയ ആളുകളായിരുന്നു. അവരുടെ പേരമക്കളും ഇന്ന് അതേ പാത പിന്തുടർന്നു പോകുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ട് ഒരു സമയത്ത് ഇവിടെ ബഹളമായിരുന്നു. ജനാബ് CKP ചെറിയ മമ്മൂക്കയെ കാണാനും അദ്ദേഹത്തിൻ്റെ ആശീർവാദം നേടാനുമായി
കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഈ വീട് സന്ദർശിക്കാറുണ്ടായിരുന്നു. സത്താർ സേട്ട്, ലീഗിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് സത്താർ സേട്ട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ എന്നും ഈ വീട് കയറിയിട്ട് മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ. അത്രത്തോളം ഈ വീടുമായി എല്ലാവർക്കും അടുപ്പമുണ്ട്. ഈ വീട് വിറ്റതിന് ശേഷം ഇത് പൊളിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 1 മാസം പിന്നിട്ട് ഈ വീട് പൊളിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഏതായാലും 1 മാസം അല്ലെങ്കിൽ 1.5 മാസം മാത്രമേ ഈ വീട് നിലനിൽക്കുകയുള്ളൂ. അതിനുശേഷം ഈ കാലി സ്ഥലമായി ഇത് മാറും. ഇതുപോലുള്ള വീടുകൾ തലശ്ശേരിയിൽ ഇനി ചുരുക്കമാണ്. ഇനിയുള്ളത് TC മാളേക്കൽ തറവാട്, ഓലയത്ത് തറവാട്, കോരച്ചാങ്കണ്ടി തറവാട്, സ്റ്റേഡിയത്തിനടുത്തുള്ള ബംഗ്ല എന്നീ 4-5 എണ്ണാവുന്ന വീടുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എല്ലാവരും ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്നതോട് കൂടിയിട്ടാണ് ഈ വലിയ വീടുകൾ, മാളിക വീടുകൾ നശിക്കാൻ പോയത്. ഇപ്പോൾ എല്ലാം അണുകുടുംബമാണ്. 4-5 ആൾ മാത്രം, 2-3 ആളുകൾ മാത്രം താമസിക്കുന്ന വീടാണ്. ഇത്രയും വലിയൊരു വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട് വിൽക്കാനും പൊളിച്ചു മാറ്റാനും തീരുമാനിച്ചിരിക്കുന്നത്. ഫുട്ബോളിലും ക്രിക്കറ്റിലും ഹോക്കിയിലും മികവ് തെളിയിച്ച കുട്ടികൾ ഈ വീട്ടിലുണ്ടായിരുന്നു. തലശ്ശേരി മൈതാനത്ത് കളി കഴിഞ്ഞാൽ തങ്ങളുടെ കൂട്ടുകാരെയും വീട്ടിലേക്ക് ക്ഷണിക്കും. അവരെല്ലാം വിവിധ മേഖലകളിൽ എത്തിയെങ്കിലും ഈ അടുത്തുവരെ അവർ ഈ വീടിന്റെ വരാന്തയിൽ ഒത്തുകൂടാറുണ്ടായിരുന്നുവെന്ന് കുടുംബാംഗമായ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ ജോയിന്റ് സെക്രട്ടറി PV സിറാജുദ്ദീൻ ഓർമ്മിക്കുന്നു. ഈ വീട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വീട് 70 സെൻറ്റ് സ്ഥലത്താണ് ഈ വീടുള്ളത്. മൊത്തം സ്ഥലം 70ആണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് 35-40 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് ഉള്ളത്. ഇവിടെ ഹോക്കിയിലും ഫുട്ബോളിലും ഒക്കെ പേര് കേട്ട ആളുകൾ ഈ വീട്ടിൽ താമസിച്ചിരുന്നു. അവരുടെയൊക്കെ സുഹൃത്തുക്കൾ എന്നും വൈകുന്നേരം സ്റ്റേഡിയത്തിലെ മത്സരത്തിന് ശേഷം അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വന്നു. ഇവിടെ 2 ബെഞ്ചുകളുണ്ടായിരുന്നു. 2 ബെഞ്ചുകൾ അവിടെ ഇരിക്കും. അവിടെ നിന്ന് ഉമ്മി അല്ലെങ്കിൽ കുഞ്ഞാമ്മി എന്നീ പേരുള്ള ഇവിടുത്തെ സഹോദരിമാർ അവർക്കൊക്കെ ചായയും പലഹാരങ്ങളൊക്കെ നൽകാറുണ്ട്. അത് ഏകദേശം 50 വർഷത്തോളം തുടർന്നു. ഈ വീട് വിറ്റ് എല്ലാവരും പോയതിനു ശേഷം ഇപ്പോഴും വീട്ടിൽ ഈ പറഞ്ഞ ആളുകളിൽ പല ആളുകളും ഇവിടെ വന്നിരിക്കാറുണ്ട്. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കായത്ത് റോഡിലേക്ക് തിരിയുന്നിടത്ത് 70 സെന്റ് സ്ഥലത്താണ് KS ബംഗ്ലാവ്. ചരിത്രത്തിന്റെ കയ്യൊപ്പുകളെല്ലാം തന്നെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളത് അതിലേറെ പ്രാധാന്യമുള്ള പഴങ്കഥകൾ മാത്രം. ക്യാമറാമാൻ നവീൻ രാജിനോടൊപ്പം പ്രതിഭ പ്രദീപ്, കണ്ണൂർ വിഷൻ.